കട്ടപ്പനയിലെ തകർന്നു കിടക്കുന്ന റോഡുകളിലും ബസ് സ്റ്റാൻഡിലും വാഴ വെച്ച് കേരള വ്യാപാരി വ്യവസായ സമിതി അംഗങ്ങൾ പ്രതിഷേധിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. റോഡിലും ബസ് സ്റ്റാൻഡിലും വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടും അധികൃതർ മൗനം പാലിക്കുന്ന നടപടിക്കെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. വ്യാപാരി വ്യവസായ സമിതി കട്ടപ്പന യൂണിറ്റാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ്, പഴയ ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡുകൾ എല്ലാം തകർന്ന് വലിയ ഗർത്തം രൂപപ്പെട്ടിരിക്കുകയാണ്. റോഡുകളും ബസ് സ്റ്റാൻഡുകളും അറ്റകുറ്റപ്പണി നടത്താത്തതിനെതിരെ വ്യാപാരി വ്യവസായ സമിതി സമരം നടത്തിയിരുന്നു. എന്നാൽ മുനിസിപ്പാലിറ്റി ഫണ്ട് വെച്ചതറിഞ്ഞ് അതിന്റെ ക്രെഡിറ്റ് ലഭിക്കാനാണ് അനാവശ്യ സമരം നടത്തിയതെന്നാണ് മുനിസിപ്പൽ അധികൃതർ പറഞ്ഞത്. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും റോഡുകളുടെ നവീകരണം നടത്തുവാൻ നടപടി സ്വീകരിച്ചിട്ടില്ല. ഇതേ തുടർന്നാണ് വ്യാപാരി വ്യവസായ സമിതി വാഴനട്ട് പ്രതിഷേധിച്ചത്. കട്ടപ്പന നഗരസഭാ പരിധിയിലെ വിവിധ റോഡുകളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായ സമിതി കട്ടപ്പന നഗരസഭയിൽ നിരവധിയായിട്ടുള്ള നിവേദനങ്ങൾ കൊടുക്കുകയും വിവിധങ്ങളായിട്ടുള്ള സമരങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ ബഹുമാന്യായ ജോയി വെട്ടിക്കുഴി അടക്കമുള്ള ആൾക്കാർ അതിനെപ്പറ്റി പറഞ്ഞത്, ഞങ്ങൾ ചെയ്യാനിരിക്കുന്ന പദ്ധതിയെ അത് വ്യാപാരി വ്യവസായ സമിതിയുടെ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് വ്യാപാരി വ്യവസായ സമിതി അനാവശ്യ സമരങ്ങൾ നടത്തുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾ റോഡ് പണി തുടങ്ങുകയാണ് എന്ന് അറിയിച്ച് പത്രക്കാരോട് പറയുണ്ടായി. എന്നാൽ കാലങ്ങളായിട്ട് ഇവിടുത്തെ വ്യാപാരികളും പൊതുജനങ്ങളും അനുഭവിക്കുന്ന ദുരവസ്ഥ, അതിനോട് മൗനം പാലിക്കുന്ന കട്ടപ്പന നഗരസഭയുടെ നിലപാട്. ഇപ്പം നമുക്കറിയാം, കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ്, പഴയ ബസ് സ്റ്റാൻഡ്, ഈ റോഡ്, ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ വിവിധങ്ങളായിട്ടുള്ള വണ്ടികൾ വന്ന് ഇതിൻ്റെ അകത്ത് അപകടത്തിൽപ്പെടുകയും കാൽനട യാത്രക്കാർക്ക് അപകടം സംഭവിക്കുകയും വ്യാപാരികൾ നേരിടുന്ന ദുരിതത്തിൻ്റെ അവസ്ഥകളും നമ്മൾ നിരവധിയായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഇതിനൊരു പരിഹാരവും കാണാതെ മുഖം തിരിച്ചു നീക്കുന്ന സമീപനമാണ് കട്ടപ്പന നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പഴയ ബസ് സ്റ്റാൻഡിലും പുതിയ ബസ് സ്റ്റാൻഡിലും നഗരസഭാ പരിധിയിലെ വിവിധ റോഡുകളിലും വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുകയാണിത്. നിരവധി ഇരുചക്ര വാഹനങ്ങളും ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ട് മുനിസിപ്പാലിറ്റി അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന പരാതിയാണ് ഉയരുന്നത്. ഇതേ നില തുടർന്നാൽ പൊതുജനങ്ങളെ അണിനിരത്തി ശക്തമായ സമരപരിപാടി ആരംഭിക്കുമെന്നും സമിതി അംഗങ്ങൾ മുന്നറിയിപ്പ് നൽകി. വ്യാപാരി വ്യവസായ സമിതി നേതാക്കളായ മജീഷ് ജേക്കബ്, അയ്യപ്പൻകുട്ടി, സിനോജ് GS, ആൽബിൻ തോമസ്, PK സജീവ്, PJ കുഞ്ഞുമോൻ, ജഹാംഗീർ തുടങ്ങിയവർ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.